ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് കർണാടകക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ പേര് ഒബ്ബട്ടു ഹോളിഗെ എന്നൊക്കെ അവർ പറയും. നമ്മളുടെ ഒരു ബോളിയുടെ ഒരു വേറൊരു വേർഷൻ തന്നെയാണ്. നമ്മുടെ ബോളിക്കകത്ത് നമ്മൾ പഞ്ചസാരയിലാണ് ചേർക്കുന്നത്, അവർ ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത്. നമ്മൾ പായസത്തിൻ്റെ കൂടെ നമ്മൾ ബോളി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം, ഒരു സ്നാക്കായിട്ടും കഴിക്കാം. വളരെ എളുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഇത് 1 കപ്പ് കടലപ്പരിപ്പ് ഒരു 4 മണിക്കൂർ കുതിർത്തതാണ്. ഇനി ഞാനൊരു കുക്കറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 വിസിൽ ആകുന്നവരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് 1 കപ്പ് ഈ കടലപ്പരിപ്പിന് 1/2 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു. വെള്ളം മുഴുവൻ വറ്റി കിട്ടി എനിക്ക്. ഈ സമയം കൊണ്ട് നമുക്കൊരു മാവ് തയ്യാറാക്കാം. അത് 2 വിസിലൊന്ന് അടിക്കട്ടെ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറേശ്ശെ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് സ്ട്രെച്ചി ആയിട്ടുള്ള അല്പം കുഴഞ്ഞ ഒരു മാവാണ് വേണ്ടത്. ഇത് ഇങ്ങനെ, ഇതിപ്പം കണ്ടില്ലേ കുറച്ച് സ്റ്റിക്കിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അതോടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇതിലേക്ക് ചിലവരൊക്കെ നല്ലെണ്ണ ചേർക്കാറുണ്ട്. എനിക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഈ എണ്ണ ഒഴിച്ചിങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിത്, നമ്മൾ ഈ ബോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് തൂക്കിയിട്ട് പരത്തിയല്ലേ എടുക്കുന്നത്. ഇത് നമുക്ക് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലും സ്ട്രെച്ചി ആയിട്ടിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമ്മുടെ കടലപ്പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് ഞെക്കുമ്പോൾ അത് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. വെള്ളം എല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. 2 വിസിൽ മാത്രമേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒരു സ്മാഷർ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുക്കണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം. എനിക്ക് ഒരു ചെറിയൊരു ബൈറ്റ് ഇതിനകത്തുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ ഉടച്ച് വെക്കാറുള്ളൂ, പൂർണ്ണമായിട്ട് അരച്ചെടുക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനത് ഈ ഒരു പാകത്തിലാണ് എടുക്കാറുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനാണ്. ആദ്യമായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ തേങ്ങയും കൂടി ചേർത്തത്. അപ്പോൾ തേങ്ങ ചെറുകിയോടെ ചേർത്തിട്ട് ഇതിൻ്റെ ആ ഉള്ളൊരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നെയ്യിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ശർക്കര ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പോളം ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 1 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കര. ഇപ്പോൾ ശർക്കര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പഞ്ചസാരയല്ല, പ്രോപ്പറായിട്ട് അവരുടെ ഇതിൽ ശർക്കരയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ശർക്കര തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഉടച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ശർക്കരയെല്ലാം ഈ കടലപ്പരിപ്പായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ പരുവായിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കരിഞ്ഞു പോകാതെ നമുക്ക് ഈ നനവെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇതൊരു 10 മിനിറ്റോളം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ, ഒരു 4 ഏലക്ക പൊടിച്ചതാണ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 4 ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് ഫ്ലേവർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി ഇതേ കണ്ടില്ലേ, നമുക്കിതൊരു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാവുന്ന ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ടേ കണ്ടില്ലേ, നല്ല സ്ട്രെച്ചിയാണ്. നമുക്കിത് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ പൊടിയും നമ്മൾ റോളറും ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഈ മാവ്
മാവല്ല, നമ്മുടെ ഈ കൂട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് അത് ഇച്ചിരി വലുപ്പമുള്ള ഉരുളകളായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പിലോ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു ഉരുള എടുക്കുക. കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കി കിട്ടും കേട്ടോ, നമുക്കൊട്ടും പ്രയാസമില്ല. ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് ഇതിനോടൊന്ന് ചുറ്റിയിട്ട് എക്സ്ട്രാ വരുന്ന മാവ് നമുക്ക് ഒന്ന് പിച്ചി മാറ്റിയെടുക്കാം. ഇതിങ്ങനെ എക്സ്ട്രാ വരുന്നത് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് മുറിച്ച് മാറ്റിയെടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് തന്നെ നമുക്കിനി പരത്തി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇത് ഒട്ടിയൊന്നും പിടിക്കത്തില്ല. നമുക്കിത് നമ്മൾ പരത്താൻ ഉപയോഗിച്ച പാത്രമാണെങ്കിലും ഇപ്പം കൗണ്ടർ ടോപ്പ് ആണെങ്കിലും അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം. നമ്മൾ ഈ പ്ലാസ്റ്റിക് വാഴയില ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എളുപ്പത്തിന് വേണമെങ്കിൽ വാഴയിലയോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വേണമെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ചൂടായൊരു തവയിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാൻ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് രണ്ട് വശം ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നെയ്യ് തൂവി കൊടുക്കുക. നെയ്യ് തന്നെ തൂവാൻ ശ്രമിക്കുക, നെയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് രണ്ട് വശത്തും ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തവിയിലെടുത്തിട്ട് അല്ലെങ്കിൽ സ്പൂണിലെടുത്തിട്ട് രണ്ട് വശത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് രണ്ട് വശം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം നല്ല മണമൊക്കെയുള്ള നമ്മുടെ ഒബ്ബിട്ടു തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ബോളി തന്നെയാണ് കേട്ടോ, അതിൽ ചേർക്കുന്ന മധുരത്തിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാം തന്നെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ആണ് കേട്ടോ. ഇത് ഞാൻ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫില്ലിങ് ഞാനിപ്പോൾ ഒരു 5 ഉണ്ടാക്കുന്നുള്ളൂ. ഇതിടയിൽ നല്ല സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ ഒരുപോലെ ഫില്ലിങ് എല്ലാം നിറഞ്ഞ് നല്ല രുചിയുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കണം. ബോളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് പായസം ഒന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. ഞാനിവിടെ ഒത്തിരി മധുരമൊന്നും ആക്കിയിട്ടില്ല, നമുക്ക് എപ്പോഴും കഴിക്കാവുന്ന ഒരു മധുരം മാത്രമേ ഉള്ളൂ. ഇനി ഇത്തവണ വിഷു ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിലോ ബോളി ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.